വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക കൂടിക്കാഴ്ച വളരെ ചരിത്രപരമായ സംഭവമായാണ് ലോകം കാണുന്നത്. ട്രംപിന്റെ പുടിൻ അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ട്രംപിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഒരു കാലത്ത്, അതും ശീതയുദ്ധകാലത്ത് കീരിയും പാമ്പും പോലെ കഴിഞ്ഞ രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും. പണ്ട് 1864 റഷ്യയുടെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റു. അതേ ഇടത്താണ് ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തിയതും. നിലവിൽ കിഴക്കൻ യുക്രൈനിന്റെ വലിയൊരു ഭാഗം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മേൽക്കൈ റഷ്യക്ക് തന്നെ. ഇവിടെ പുടിന്റെ മുന്നിൽ അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന നാറ്റോ സഖ്യങ്ങളെ പുടിൻ മുട്ടുകുത്തിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ പുടിനാണ് യുദ്ധത്തിൽ മേൽക്കൈ. ഇവിടെ നമ്മളെ അമ്പരപ്പിക്കുന്ന സത്യം എന്തെന്ന് ചോദിച്ചാൽ, പുടിന് 2022 മുതൽ അന്തർദേശീയ കോടതി പുടിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തിയിരുന്നു. സോ 100-ലധികം രാജ്യങ്ങളിലേക്ക് പുടിന് വിലക്കും അറസ്റ്റും ഉള്ളപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ റെഡ് കാർപ്പറ്റ് വിരിച്ച് പുടിനെ വെൽക്കം ചെയ്തിരിക്കുന്നത്. അമേരിക്ക അലാസ്കയിൽ ഒപ്പിച്ച മറ്റൊരു പണിയായിരുന്നു. അമേരിക്കയുടെ ഗമ കാണിക്കാനായിരിക്കാം അത് ഒപ്പിച്ചത്. പുടിൻ അലാസ്കയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുടിന്റെ തലക്ക് മീതെ കൂടി അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ സിനിമയെ വെല്ലുന്ന തരത്തിൽ പറന്നുപോയി. പുടിന്റെ റിയാക്ഷൻ വളരെ രസമായിരുന്നു. ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് എന്ന മട്ടിൽ മുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നുപോയി പുടിൻ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ പുടിനും ട്രംപും തമ്മിൽ സെക്കൻഡുകൾ നീണ്ടുനിന്ന ഷെയ്ക്ക് ഹാൻഡ് ഇതിനോടകം തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. നമ്മളൊന്ന് സൂക്ഷിച്ചൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ട്രംപ് പ്രതിയോഗികൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന നേരം ട്രംപ് തന്നിലേക്ക് പിടിച്ച് ഇങ്ങനെ വലിക്കും. അത് ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ലോകം കാണുന്നത്. മീറ്റിംഗിന് മുൻപ് ട്രംപിന് കൂടുതൽ സ്വാധീനം കിട്ടാനുള്ള ട്രംപിന്റെ തന്ത്രമായും കാണുന്നവരുമുണ്ട്. എന്നാൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള പുടിന്റെ അടുത്ത് ട്രംപിന്റെ ഈ ചീപ്പ് സ്ട്രാറ്റജി പക്ഷേ വിലപ്പോയില്ല. അലാസ്കയിലെ മീറ്റിംഗ് പുടിന് അനുകൂലമായാണ് കാര്യങ്ങൾ നടന്നത്. റഷ്യക്ക് ഉക്രൈന്റെ പിടിച്ചെടുത്ത ഭാഗം കിട്ടണം. യുക്രൈന് നാറ്റോ അംഗമല്ലാത്ത രാജ്യത്തിന് കൊടുക്കുന്ന കംപ്ലീറ്റ് സെക്യൂരിറ്റിയും ഉക്രൈന് കൊടുക്കണം. ട്രംപിന്റെ ഡീൽ ഓർ നോ ഡീൽ കളിയൊന്നും അലാസ്കയിൽ പുടിന്റെ അടുത്ത് നടന്നില്ല. പുടിനെ അലാസ്കയിൽ റെഡ് കാർപ്പറ്റ് വിരിച്ച് സൽക്കരിച്ചതൊക്കെ റഷ്യയുടെ വിജയമായി ലോകം കണ്ടു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞത് പുടിനെ ഡയറക്ട്ലി സമാധാന കരാറിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നതെന്നും ഇനി താൽക്കാലിക വെടിനിർത്തൽ പറച്ചിലൊന്നും ഉണ്ടാവില്ലെന്നാണ്. അങ്ങനെയെങ്കിൽ ട്രംപ് പുടിന് മുന്നിൽ അമ്പെ പരാജയപ്പെട്ടു. എന്നാൽ യുക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ട്രംപ് ഇടപെടുന്നത് സമാധാന നോബൽ സമ്മാനത്തിനപ്പുറം മറ്റൊരു അജണ്ട ട്രംപിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, മറ്റൊരു അജണ്ട. ട്രംപിന്റെ വാർ മെഷീൻ ഫണ്ടിംഗ് എന്ന് ഇന്ത്യയും ചൈനയും ബ്രസീലിനെയും കുറ്റപ്പെടുത്തി തീരുവ ചുമത്തുമ്പോൾ നെതന്യാഹുവിന്റെ ഗാസ സ്ട്രിപ്പ് ഒഴിപ്പിക്കൽ പരിപാടിയിൽ നിന്നും ലോക ശ്രദ്ധ മാറ്റുക എന്നതാണ് ട്രംപ് ഇവിടെ ചെയ്തത്. നെതന്യാഹുവിന്റെ ഗാസ ഒഴിപ്പിക്കൽ ശക്തിപ്പെട്ടപ്പോൾ പാലസ്തീൻ രാജ്യം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് യൂറോപ്പിലെ ഫ്രാൻസും ചില രാജ്യങ്ങൾ രംഗത്ത് വന്നു. കാനഡയും ബ്രിട്ടനും പാലസ്തീൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ട്രംപ് അടങ്ങുന്ന റിപ്പബ്ലിക്കൻസിന് ജൂതരുടെ പിന്തുണ വലുതാണ്. സോ ട്രംപിന് ഇസ്രയേലിന്റെ 2 മില്യൺ വരുന്ന പാലസ്തീനിയൻസിനെ ഗാസ സ്ട്രിപ്പ് ഒഴിപ്പിക്കുന്ന പരിപാടിയെ പിന്തുണക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. ട്രംപ് ഒരു ന്യൂസ് മേക്കറാണ്. ഒരു വാർത്ത സൃഷ്ടിക്കാനും ലോക ശ്രദ്ധ മാറ്റാനും ട്രംപിന് എളുപ്പത്തിൽ കഴിയും. സോ ട്രംപിന്റെ ട്രേഡ് ഡെഫിസിറ്റിന് അപ്പുറം നോബൽ സമാധാന സമ്മാനം പോലെ തന്നെ ട്രംപിന് പ്രിയപ്പെട്ടതാണ് ഇസ്രയേലിന്റെ ഈ രഹസ്യ അജണ്ട. രണ്ടാം ട്രംപിന്റെ ഇത്തവണത്തെ പ്രധാന ഉദ്ദേശവും ഇതുതന്നെ. അതിനുവേണ്ടി ട്രംപ് വാർത്തകൾ സൃഷ്ടിച്ചു. യൂറോപ്പിൽ നിന്നും മറ്റും ഗാസ പ്രശ്നം ഉയർന്നു വന്നപ്പോ ലോക ശ്രദ്ധ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ തിരിച്ചുവിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോ നിങ്ങൾ യുക്രൈൻ റഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളല്ലാതെ വേറെ ഗാസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ടോ എന്ന്? കേൾക്കില്ല. നെതന്യാഹു ഗാസയിൽ നിന്നും പാലസ്തീനിയൻസിനെ ഒഴിപ്പിക്കാനുള്ള പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക വിചാരിക്കും നമ്മൾ എന്ത് വാർത്ത കേൾക്കണമെന്ന്. നിങ്ങൾ നോക്കിക്കോ, നെതന്യാഹുവിന്റെ ഗാസ ഒഴിപ്പിക്കൽ പൂർത്തിയാകും വരെ ട്രംപ് യുക്രൈൻ റഷ്യ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പുടിൻ ട്രംപ് അലാസ്ക കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ പുടിൻ ട്രംപിനെ റഷ്യയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ട്രംപ് മറ്റൊരു അജണ്ടയുമായി നിൽക്കുമ്പോൾ പുടിൻ യുക്രൈനുമേലുള്ള മേൽക്കൈയും അലാസ്ക പുടിൻ ട്രംപ് കൂടിക്കാഴ്ച പുടിന് വിജയം നേടിക്കൊടുത്തിരിക്കുകയാണെന്നും പുടിൻ ഇവിടെ വിളിച്ച് ലോകത്തോട് പറയുകയാണ്. പുടിന്റെ അലാസ്ക കൂടിക്കാഴ്ച ഇന്ത്യയോടൊപ്പം റഷ്യ ഉണ്ടെന്ന് US-നുള്ള മറുപടി കൂടിയാണ്. അടുത്ത വീഡിയോയുമായി വരാം.